ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ റോഡിന് വീതി കുറവാണെന്ന് കരുതുക. അതായത് വീതി നമുക്ക് തീർത്തും കുറവാണ്. ഇത്രയും പോലും വീതി ഇല്ലാത്ത ഒരു റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് വലത് സൈഡിലൂടെ ഒരു വണ്ടി വന്നു. അപ്പം വലത് സൈഡിലൂടെ വരുന്ന വണ്ടിക്ക് കയറിപ്പോണം. നമ്മുടെ വണ്ടി നമുക്ക് സൈഡ് ഒതുക്കി കൊടുക്കണം, അല്ലെങ്കിൽ കയറിപ്പോണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വാഹനത്തെ ഒതുക്കേണ്ടത്? അതിന് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഈ ജഡ്ജ്മെന്റ് മെത്തേഡ് നമ്മൾ സൈഡിൽ കാണുന്ന ആ കെട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആ പുല്ലായിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മുടെ വാഹനം നമ്മൾ ചേർക്കണം. ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചാൽ ഇതുണ്ടോ, ഇതേ പരമാവധി ഞാനിത് ഈ ഒരു സൈഡ് വെച്ചിട്ട് എന്റെ വാഹനത്തിന്റെ ഇപ്പൊ ഈ ഒരു സൈഡിൽ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ ഈ ഒരു സൈഡിലേക്ക് പരമാവധി ഞാൻ ചേർത്തു. നിങ്ങൾ നോക്കുക, പരമാവധി ഞാൻ ഈ ലെവൽ വെച്ച് ചേർത്തു. ഇപ്പൊ എന്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ സൈഡിലുള്ള ഭിത്തിയോട് ചേർന്നാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ജഡ്ജ്മെന്റ് ഇങ്ങനെ പ്രോപ്പർ ആക്കി വെച്ചതിന് ശേഷം അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് മിറർ തട്ടുവെന്ന് നോക്കണം. സൈഡിൽ ചിലപ്പോൾ കല്ല് കാണാം, ചിലപ്പോൾ ഇതുപോലെ ചെറിയ കാടുകൾ കാണാം, അവിടെ തട്ടുവെന്ന് നോക്കണം. എന്നിട്ട് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് ഒന്നെങ്കിൽ ഒതുക്കി കൊടുക്കാം. ഈ ഇടുങ്ങിയ റോഡിൽ അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ രണ്ട് വണ്ടിക്ക് ഒരിക്കലും കയറി പോകാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ വണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് ഇങ്ങോട്ട് ഒതുക്കി കൊടുക്കുന്നു. ഇതുപോലെ ഒതുക്കി നമ്മളിവിടെ സൈഡ് ഒതുക്കി കൊടുക്കുന്നു. സൈഡ് ഒതുക്കി കൊടുത്തതിന് ശേഷം പിന്നെയാണ് എതിരെ വരുന്ന വണ്ടിക്കാരന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. എതിരെ വരുന്ന വണ്ടിക്കാരൻ എപ്പോഴും നമ്മളുടെ ഈ എയർ പില്ലറിന്റെ പുറത്തായിരിക്കും കാണുന്നത്. അതായത് ഇപ്പം അവിടുന്ന് വരുന്ന വാഹനം കണ്ടില്ലേ, അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിന് പുറത്തായിട്ടാണ് കാണുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവർക്ക് പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അവര് വരുന്നത് ഇതിന്റെ ഉള്ളിലാണ് കാണുന്നതെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിലാണ് അവർ വരുന്നത് കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ഇടിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ സൈഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഓടിച്ചു വരുമ്പോൾ ഒരു വണ്ടി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനുള്ളിലാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് പിടിച്ച് വണ്ടി നിങ്ങൾ ഇടത് സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പൊ നിങ്ങളെ എതിരെ വരുന്ന ഒരു വാഹനം തട്ടത്തില്ല. എന്നിട്ട് എതിരെ വരുന്ന വാഹനം ഇത് കവർ ചെയ്ത് പ്രോപ്പർ ആയിട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ വാഹനത്തിൽ ഒരിക്കലും തട്ടത്തില്ല. പക്ഷെങ്കിൽ എതിരെ വരുന്ന ഡ്രൈവറിന് അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ വലത് സൈഡ് ജഡ്ജ്മെന്റ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഞാൻ ഇപ്പം നോർമൽ കണ്ടീഷനിൽ വണ്ടി ഓടിക്കുകയാണ്. നമ്മൾ ഇടത് ഒത്തിരി ഒന്നും ചേർന്നില്ല, ഒരു മീഡിയം ലെവലിൽ ചേരുന്നു. ഇപ്പൊ എതിരെ ഒരു വാഹനം വന്നപ്പം ഞാൻ എന്റെ വണ്ടി ഇടത് സൈഡിലേക്ക് ചേർത്തു. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള എ പില്ലറിന് വെളിയിൽ ഈ ഒരു വാഹനം വന്നു. ആ ഒരു വാഹനം വളരെ ഈസി ആയിട്ട് കവർ ചെയ്തു.